കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയിലെ തുക ലഭിക്കാതായതോടെ കഴിഞ്ഞ 9 മാസമായി കൂലി പോലും ഇല്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് വീവേഴ്സ് സംഘടനയിലെ തൊഴിലാളികൾ. കോഴിക്കോട് കക്കോടിയിലെ സ്റ്റാർ വീവേഴ്സ് സഹകരണ സൊസൈറ്റിയിലെ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഇതോടെ ഇത്തവണത്തെ ഓണം ദുരിതമാവുകയാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് പ്രശ്നം ഉടൻ പരിഹരിക്കണം എന്നതാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മലയാളിക്ക് ഇനി ഓണത്തിൻ്റെ നാളുകളാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമക്കാർ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ വിൽക്കാൻ കാണം പോലുമില്ലാതെ ഒരു കൂട്ടം മനുഷ്യർ കഴിഞ്ഞ 9 മാസമായി കൂലി പോലുമില്ലാതെ അധ്വാനിക്കുകയാണ് ഇങ്ങ് കോഴിക്കോട് കക്കോടിയിൽ സ്റ്റാർ വീവേഴ്സ് എന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. കൈത്തറി മേഖലയുടെ വികസനത്തിനായി സർക്കാർ പല പദ്ധതികളും കൊണ്ടുവരുമ്പോഴും ഇത്തരം ചില മനുഷ്യരും ഈ ഓണക്കാലത്ത് നമ്മുടെ മുൻപിലുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കാലുകൾ കൊണ്ട് താളം പിടിച്ചും കരവിരുതിനാൽ മേന്മ തീർത്തും ഇനിയും എത്ര നാൾ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ കൈത്തറി തൊഴിലാളികൾക്ക് അറിയില്ല. ഓണം പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ കൂലി പോലും ലഭിക്കാതെ തുടർച്ചയായി 9ാം മാസമാണ് ഇവർക്ക് തൊഴിലെടുക്കേണ്ടി വരുന്നത്. LDF സർക്കാരിൻ്റെ അവസാന കാലത്താണ് കൈത്തറി യൂണിഫോം പദ്ധതിയിലെ ഫണ്ട് ലഭിക്കാതായത്. ഇതോടെ കക്കോടി സ്റ്റാർ സഹകരണ സൊസൈറ്റിയിലെ ഉൾപ്പെടെ കൈത്തറി സഹകരണ സംഘങ്ങളിലുള്ളവർക്ക് കൂലി മുടങ്ങി. UDF സർക്കാർ അധികാരത്തിലെത്തി 3 മാസം പിന്നിടുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. കഴിഞ്ഞ 45 വർഷമായി ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന രാധയ്ക്ക് ഇത്തരമൊരു അനുഭവം ഇതാദ്യമായാണ്. എത്ര വർഷം ഇവിടെ? 45 കൊല്ലം. ഈ 45 വർഷത്തിനിടെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയട്ടെ. ആദ്യത്തെ കാര്യമല്ല. ഇപ്പോൾ കൂലിയൊന്നുമില്ല. ആദ്യം കൂലി ഉണ്ടെങ്കിൽ ബോൺസും അഡ്വാൻസും ഒക്കെ ഉണ്ടെങ്കിൽ. ഓണം എങ്ങനെ ഇത്തവണത്തെ വലിയ ബുദ്ധിമുട്ടായിരിക്കും? ബുദ്ധിമുട്ടിലാണ് ഓണം. കൂലി കിട്ടുന്നില്ല, പിന്നെ എന്താ ചെയ്യുക? ഇത്തവണ ഓണം പോലും പ്രതിസന്ധിയിലാണ്. ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കണമെങ്കിൽ കടം വാങ്ങണം. ഓണക്കോടി എടുക്കണമെങ്കിൽ സർക്കാർ കനിയണം. മറ്റു തൊഴിലാളികളും വേദനയോടെ പറയുന്നു. ഓണമൊക്കെ ഞങ്ങളെ വെള്ളത്തിൽ തന്നെയാണ്. കൂലിയൊന്നും കിട്ടാത്തതിനെ കൊണ്ട് ഒന്നും നടക്കാത്ത ഒരു ഭാഗമാണുള്ളത്. 9 മാസമായില്ലേ ഞങ്ങൾക്ക് കൂലിയൊക്കെ കിട്ടിയിട്ട്. അങ്ങനെ ഓണമൊക്കെ പരിതാപകരമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുക. കടം വാങ്ങിക്കേണ്ടി വരികയും അതേ അവസ്ഥയാണ്. ബോണസ് കൂലി എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ ഞങ്ങൾ കഴിച്ചിലാവുള്ളൂ. ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല. എടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കൂലിയായിട്ടോ ബോണസായിട്ടോ ഒക്കെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. കക്കോടിയിലെ വീവേഴ്സ് സഹകരണ സൊസൈറ്റി ഉൾപ്പെടെയുള്ള കൈത്തറി സംഘങ്ങൾക്ക് സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിന്റെ കാരണം കഴിഞ്ഞ ധനവകുപ്പിന്റെ കടുംപിടുത്തമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് P. ശ്രീവത്സൻ. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇവർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം പേപ്പറിലൊക്കെ വായിച്ചിട്ട് നമുക്ക് അറിയണ്ടാവും. കാരണം ഖജനാവിലെ പണം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുക്കാനുള്ള പണങ്ങളൊന്നും കൊടുക്കാതെ ഇത്ര മെച്ചമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെച്ച പൈസ ഖജനാവിലിട്ടത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വന്നത്. പിന്നെ സർക്കാർ മാറുമ്പോൾ ഒരു ചെറിയൊരു ഡിലേ എന്തായാലും ഉണ്ടാവും. ഏതൊരു സർക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. നിലവിൽ സൊസൈറ്റിയിലെ തൊഴിലാളികൾക്ക് ബസ് കൂലിക്കുള്ള തുക പോലും കടം വാങ്ങേണ്ട സ്ഥിതിയെന്ന് സൊസൈറ്റി സെക്രട്ടറി K. സുനിത. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 9 മാസമായി ഇപ്പോൾ കൂലി കിട്ടിയിട്ട്. അപ്പോൾ അവർ കഷ്ടത്തിലാണ്. ബസ്സിന് പൈസ കൊടുക്കാനില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലാണ്. തൊഴിലാളികളുടെ കൂലിക്കുള്ള ഫണ്ട് ഉൾപ്പെടെ ലഭിക്കാത്ത സാഹചര്യത്തിൽ പഴയ ദ്രവിച്ച കെട്ടിടം പോലും നവീകരിക്കാനാവാത്ത സ്ഥിതിയിലാണ് കക്കോടിയിലെ ഈ കൈത്തറി സഹകരണ സംഘം. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണു തുടങ്ങി. മഴയിൽ ചോർച്ച കാരണം കെട്ടിടത്തിനകത്ത് തന്നെ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. പരിസരങ്ങൾ കാടുകയറി നശിക്കുകയാണ്. കൈത്തറി മേഖലയെ സംരക്ഷിക്കാൻ ഈ ഓണക്കാലത്തെങ്കിലും സർക്കാർ കനിവോടെ തീരുമാനമെടുത്തേ പറ്റൂ. ലോകത്തിനു മുൻപിൽ മലയാളത്തിന്റെ അഭിമാനമാണ് കൈത്തറി മേഖല. കൈത്തറി മേഖലയിലെ ഒരു കൂട്ടം മനുഷ്യരാണ് കൂലിയില്ലാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. ഇവരുടെ ജീവിത ദുരിതം സർക്കാർ കാണുക തന്നെ വേണം. കാരണം ഇവർക്കും ഓണമുണ്ട്. ഇവരുടെ ഓണവും പുഞ്ചിരി നിറയുന്നതാവട്ടെ. അതിനായി നമുക്കും ശബ്ദമുയർത്താം. ക്യാമറ പേഴ്സൺ റിഷാദ് ടെക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.
ന്യൂസ്.